ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ മിക്കവരുടെയും മുടിയുടെ ഏറ്റവും അവസാനമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഉള്ളില്ലാതെ ഇങ്ങനെ കിടക്കും. അതെങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഹെയർ കെയർ റുട്ടീനിലൂടെ പെട്ടെന്ന് മാറ്റിയെടുക്കാം. അതായത് ചിലവർക്ക് പകുതിക്ക് വെച്ച് പൊട്ടിപ്പോകുന്നതായിരിക്കും, അതല്ലെങ്കിൽ പകുതിക്ക് വെച്ച് ഉള്ളില്ലാതെ പോകുന്ന ഒരവസ്ഥ. അതായത് മുടിയുടെ അവസാനമാകുമ്പോൾ മുടിക്ക് ഉള്ളുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് പൊട്ടിപ്പോകും. അപ്പോൾ വളരുമ്പോൾ നമ്മൾ മുടി വളർത്തിയെടുക്കുമ്പോൾ അവസാനമായിട്ട് മുടിയിൽ ആദ്യം ഇവിടെ റൂട്ട് തുടങ്ങി താഴെ വരെ ഒരേപോലെ ഉള്ളുണ്ടായിട്ട് എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ മുടി ടേക്ക് കെയർ ചെയ്യാം, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഇടുന്ന കോണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഓർഡിനറി ഗേൾ അഞ്ചു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുടി പകുതിക്ക് വെച്ച് പൊട്ടിപ്പോകുന്നു, അതല്ലെങ്കിൽ അടിഭാഗം ആകുമ്പോൾ മുടി നന്നായിട്ട് ഡ്രൈ ആവുന്നു, അങ്ങനെയുള്ള ഒരു കേസാണെങ്കിൽ നിങ്ങൾ എങ്ങനെ വന്നാലും എല്ലാ ദിവസവും നല്ലൊരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ല് മസ്റ്റായിട്ടും താഴെ ഭാഗം മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. എല്ലാ ദിവസവും നിങ്ങൾ മുടി വാഷ് ചെയ്യുന്നത് ആഴ്ചയിൽ 3 ദിവസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ 2 ദിവസം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എല്ലാ ദിവസവും മുടി നന്നായിട്ട് വാഷ് ചെയ്യുന്നവരാണെങ്കിൽ പോലും കിടന്നുറങ്ങുമ്പോൾ മസ്റ്റായിട്ടും മുടിയുടെ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ നല്ലൊരു അലോവേര ജെല്ല്, അതിൽ വിറ്റാമിൻ ഇ ഓയിലും കൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോകുമ്പോൾ വിറ്റാമിൻ ഇ ഉള്ള തന്നെ അലോവേര ജെല്ലാണെങ്കിൽ അത്രയും നല്ലത്. ഇനി അലോവേര ജെല്ലിൽ വിറ്റാമിൻ ഇ ഇല്ല, അതായത് നമ്മുടെ വീട്ടിലത്തെ തന്നെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അലോവേര ജെല്ല് നന്നായിട്ട് മിക്സ് ചെയ്ത് മുടിയുടെ അടിഭാഗം മാത്രമായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. ഇത് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. പകുതിക്ക് വെച്ച് പൊട്ടിപ്പോകുന്നതാണെങ്കിലും അതല്ലെങ്കിൽ ഡ്രൈനെസ് കുറയാനായിട്ടൊക്കെ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മുടിയിൽ സിറംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാന ഭാഗമായിട്ട് നന്നായിട്ട്, അതായത് തിക്നെസ് കൂടിയ സിറംസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് അലോവേര ജെൽ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അലോവേര ജെൽ ഇല്ല, പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള നല്ലൊരു ഹെയർ സിറമാണുള്ളെങ്കിൽ അതാണെങ്കിലും അപ്ലൈ ചെയ്യുക. എങ്ങനത്തെ ഹെയർ സിറംസും യൂസ് ചെയ്യാം, അങ്ങനെ പ്രത്യേകിച്ച് ഇന്നൊരു ഹെയർ സിറം എന്നല്ല, നിങ്ങൾക്ക് നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഏത് സിറം വേണമെങ്കിലും മറക്കാതെ നൈറ്റ് അല്ലെങ്കിൽ ഡേ ടൈമിലാണെങ്കിലും നന്നായിട്ട് ഹെയർ സിറംസ് അടിയിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് മുടി കെട്ടി വയ്ക്കുക, അതല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഹോം മെയ്ഡ് ആയിട്ടുള്ള മാസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്രീം ടൈപ്പിലുള്ള മാസ്ക് ആണെങ്കിലും അടിഭാഗത്തേക്ക്, അതായത് മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച്, അതായത് ഡ്രൈ ഹെയർ ആയിട്ടുള്ളവർ, അതല്ലെങ്കിൽ കോമ്പിനേഷൻ ഹെയർ ടൈപ്പ്, അതല്ലെങ്കിൽ ഓയിൽ ആയിട്ടുള്ള ഹെയർ ടൈപ്പ്, ആ ഹെയർ ടൈപ്പ് തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. യൂസ് ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും അടിഭാഗം മാത്രമായിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് പാക്ക് ആണെങ്കിൽ അതിൽ നല്ല വെളിച്ചെണ്ണയോ, അതല്ലെങ്കിൽ അലോവേര ജെല്ല്, അല്ലെങ്കിൽ വിറ്റാമിൻ ഓയിൽ, അതല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ, ഒലിവ് ഓയിൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഓയിൽസൊക്കെ കൂടുതലും മുടിയുടെ അടിഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ പാക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതല്ല ക്രീം ബേസ് ആയിട്ടുള്ള, അതായത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്രീം ബേസ് ആയിട്ടുള്ള പാക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹെയർ സിറംസോ അല്ലെങ്കിൽ ഓയിൽ കൺസിസ്റ്റൻസിയിലുള്ള എന്തെങ്കിലും മുടിയിൽ അപ്ലൈ ചെയ്തിട്ട്, അതായത് കോക്കനട്ട് ഓയിൽ ആയാലും അലോവേര ജെൽ ആയാലും അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ക്രീം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഓയിൽ കൺസിസ്റ്റൻസിയിലുള്ള ഇങ്ങനെ മുടിയുടെ ഡാമേജസ് ഓക്കെ ആക്കുന്ന ടൈപ്പിലുള്ള ഹെയർ പാക്കുകൾ നോക്കി വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മുടി പൊട്ടിപ്പോകുന്നവരാണെങ്കിൽ, അതായത് അടിഭാഗമായിട്ട് ഉള്ളില്ലാത്തത് മുടി പകുതിക്ക് വെച്ച് പൊട്ടിപ്പോകുന്നവരാണെങ്കിൽ, നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ മുടി ബൺ സ്റ്റൈലിലായിട്ട് മിഡിലിൽ വെച്ച് ഒരുപാട് ഹൈ ആയിട്ട്, അതായത് ഇവിടേക്ക് കൊണ്ടുപോയി വലിച്ചു മുറുക്കി കെട്ടാതെ മിഡിലായിട്ട് കെട്ടിവെച്ച് ബണ്ണായിട്ട് കെട്ടിവെച്ച് ഉള്ളിലേക്ക് മുടി കൊണ്ടുപോയി ഒരുപാട് മുറുക്കാതെ ടൈറ്റ് ആക്കാതെ, ഇതേപോലെ നല്ല സാറ്റൻ ടൈപ്പുള്ള സുഡിയോയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് അവൈലബിൾ ആണ്, കുറച്ച് പൈസയൊക്കെ ഉള്ളൂ, അങ്ങനത്തെ എന്തെങ്കിലും സാറ്റൻ ടൈപ്പുള്ള സ്ക്രഞ്ചീസൊക്കെ യൂസ് ചെയ്ത് ബണ്ണ് സെക്യൂർ ആക്കി കെട്ടിവെക്കുക. ഒരുപാട് ഹൈയിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരുപാട് വലിച്ച് താഴ്ത്തിയായിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഹൈ ആക്കാതെ, എന്നാൽ ഒരു മിഡിൽ പോർഷനായിട്ട് ലൂസ് ആക്കിയിട്ട് കെട്ടിവെക്കുക. അതല്ലെങ്കിൽ പോലും ബാക്കോട്ട് വെച്ചെടുക്കാതെ നിങ്ങൾ സെൻറ്റർ പോർഷനായിട്ട് എടുത്താലും മുടി കയറുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ ബണ്ണ് കെട്ടാൻ പറ്റിയില്ലെങ്കിൽ നന്നായിട്ട് സാധാരണ ബ്രൈഡ് ചെയ്യണ പോലെ അവസാനം വരെ ബ്രൈഡ് ചെയ്ത് ഇതേപോലെയുള്ള ഏതെങ്കിലും സ്ക്രഞ്ചീസ് യൂസ് ചെയ്തിട്ട് അത് സെക്യൂർ ആക്കി വെക്കുക. മുടിയിൽ അവസാനം ഇതേപോലെ അലോവേര ജെല്ലോ സിറംസ് യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങുക.
പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നന്നായിട്ട് വെള്ളം കുടിച്ച് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസൊക്കെ കൊടുത്ത് ഫുഡിൽ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫുഡും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മുടിയുടെ അടിഭാഗം ഉള്ളില്ലാതെ വരുന്നത് നമുക്ക് ഓക്കെ ആക്കാൻ സാധിക്കും കേട്ടോ. എല്ലാ ദിവസവും വർക്കിന് പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ മുടി എപ്പോഴും ഇങ്ങനെ എപ്പോഴും നമ്മൾ കെട്ടിവെച്ച് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ദിവസം നമ്മൾ 1 മണിക്കൂറെങ്കിലും മിനിമം അഴിച്ചിട്ട് ഒരു എയർ പാസേജ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഫ്രീ ഹെയർ ആയിട്ട് നമ്മൾ 1 മണിക്കൂർ നമ്മുടെ മുടിനെ വിടാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് നന്നായിട്ട് വളരാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ കൊടുത്താൽ മുടി പൊട്ടിപ്പോകുന്നത്, പകുതിക്ക് വെച്ച് പൊട്ടിപ്പോകുന്നത് നമുക്ക് കുറക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ മുടിക്ക് നല്ലൊരു എക്സസൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻവേർഷൻ മെത്തേഡ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. ഒരു ബെഡിൽ കിടന്നിട്ട് താഴേക്കായിട്ട് മുടിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് നന്നായിട്ട് കുനിഞ്ഞ് മുടി മുമ്പിലേക്ക് ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും ഒരു 15-30 മിനിറ്റ് നേരം. എല്ലാ ദിവസവും 1 മണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, നമ്മുടെ ടൈം എപ്പോഴാണോ അതനുസരിച്ച് ഇൻവേർഷൻ മെത്തേഡ് യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലും ഒക്കെ അത് അവൈലബിൾ ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഇൻവേർഷൻ മെത്തേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. മുടി നന്നായിട്ട് ഗ്രോ ചെയ്യാനും ആ ഗ്രോ ചെയ്യുന്നത് മുടിയുടെ തിക്നെസ് ഒരേപോലെ സ്റ്റാർട്ട് ടു എൻഡ് അതേപോലെ തന്നെ തിക്നെസ്സിൽ മുടി വളരാനായിട്ട് നമുക്ക് ഇൻവേർഷൻ മെത്തേഡ് നമുക്ക് സഹായിക്കോട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു മെത്തേഡാണ് ഇൻവേർഷൻ മെത്തേഡ്. അതേപോലെ തന്നെ കുളിക്കുമ്പോഴും നമ്മൾ ഡയറക്റ്റ് ഷവറിൻ്റെ കീഴിൽ പോയി നിന്ന് ഡയറക്റ്റ് വെള്ളം ഒഴിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ബക്കറ്റിൽ നമ്മൾ കപ്പ് കൊണ്ട് കോരി ഒഴിക്കുന്ന ടൈപ്പ് ആണെങ്കിൽ പോലും നമ്മൾ നേരെ നിന്ന് ഇങ്ങനെ ഒഴിക്കാതെ മുമ്പോട്ട് ഇതേപോലെ ഇൻവേർഷൻ മെത്തേഡിൽ മുടി കഴുകിയിട്ടുണ്ടെങ്കിൽ അതും ഒരു നല്ലൊരു എക്സസൈസാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻസിൽ പറയോട്ടോ, ഷെയർ ചെയ്യുക. അപ്പോൾ അറിയാത്തവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. എനിക്കും അറിയാവുന്ന പോയിൻറ്റ്സാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതെല്ലാം ഒന്ന് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മുടിയുടെ ഏറ്റവും അവസാനം ഉള്ളില്ലാത്തത് മാത്രമല്ല, നമുക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഇത് നല്ലതാണ്. ഓയിലിംഗ് ആയാലും ഹോം മെയ്ഡ് പാക്ക് ആയാലും എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോവാതിരിക്കാനും വളരുമ്പോൾ ഒരേ സ്ട്രെങ്ത്തോടു കൂടി ഒരേ തിക്നെസ് കൂടി വളരാനായിട്ട് നമുക്ക് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് കമൻസിൽ പറയാം. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏത് ഐഡിയാസാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യമാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായ ഹെയർ ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻസിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടതെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ കാര്യത്തിനെ പറ്റി വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഓർഡിനറി ഗേൾ 5 എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ DM ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.